യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട പാർലമെന്റ് കോൺക്ലേവിന്റെ പോസ്റ്ററിൽ നിയുക്ത യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി എംപിയുടെ ചിത്രം ചേർക്കാത്തതിൽ കോൺഗ്രസിൽ തർക്കം. ഒരു വിഭാഗം പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് ആന്റോ ആന്റണി എംപിയുടെ ചിത്രം പോസ്റ്ററിൽ പിന്നീട് ചേർത്തു. ചിത്രത്തെച്ചൊല്ലി തർക്കങ്ങളില്ലെന്നും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും യൂത്ത് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡൻ വ്യക്തമാക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന്റെ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട പാർലമെന്റ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. പരിപാടിക്ക് മുന്നോടിയായി യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ പോസ്റ്ററിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. സിറ്റിംഗ് എംപിയും നിയുക്ത യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റണിയുടെ ചിത്രം കൂടി പോസ്റ്ററിൽ ചേർക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ ചിത്രത്തോടൊപ്പം ആന്റോ ആന്റണി എംപിയുടെയും ചിത്രം ചേർത്ത് പോസ്റ്റർ ഇറക്കി. അതേസമയം പോസ്റ്ററിനെ ചൊല്ലി തർക്കങ്ങളില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡൻ പ്രതികരിച്ചു. ഒരഭിപ്രായ ഭിന്നതയില്ല. പാർട്ടി ചിഹ്നത്തിൽ ആരാണോ മത്സരിക്കുന്നത് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ള ഏക അജണ്ട ഒറ്റക്കെട്ടായിട്ട് ആരാണെങ്കിലും പോസ്റ്റർ സംബന്ധിച്ച് എന്താ വിവാദം? ഒരു വിവാദങ്ങളും കേട്ടില്ല, ഒന്നുമില്ല. കോൺഗ്രസ് തിരിച്ചടി വഹിക്കുന്ന മണ്ഡലങ്ങളിൽ പത്തനംതിട്ടയും ഉൾപ്പെട്ടതിനാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെയും മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ട്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡാകും എടുക്കുക. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.